ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 28-നാണ് കണ്ണാന്തുറ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ രതീഷിനെ കാണാതായത്. വീട്ടിൽ നിന്ന് രാവിലെ ഓട്ടോയുമായി സ്റ്റാൻഡിൽ പോയ രതീഷ് തിരികെ വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ വലിയതുറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രതീഷിന്റെ ഓട്ടോ തിരുവല്ലത്ത് തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നത്. തിരുവല്ലം സ്വദേശി രതീഷ്, കുട്ടപ്പൻ എന്ന രാജു, ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് കണ്ടെത്തലുകൾ ഇങ്ങനെ: അറസ്റ്റിലായ രതീഷ് ഏതാനും വർഷം മുൻപ് ലഹരിവിമുക്ത ചികിത്സയുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്തെ ഒരാശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ സമയത്ത് ഇവിടുത്തെ ജീവനക്കാരിയായിരുന്ന യുവതിയുമായി അടുപ്പത്തിലായി. പിന്നീട് യുവതിയെ വിവാഹം ചെയ്ത ചാനൽക്കര എന്ന സ്ഥലത്ത് താമസവും തുടങ്ങി. കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ രതീഷിനും ഈ യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നതായാണ് പ്രതി രതീഷിന്റെ മൊഴി. വിവാഹശേഷവും ഈ അടുപ്പം തുടർന്നിരുന്നു. വിലക്കിയെങ്കിലും രതീഷ് ഇത് അവഗണിച്ചു. ചാനൽക്കരയിൽ വീണ്ടും രതീഷ് എത്തിയതാണ് കൊലപാതകത്തിന് കാരണമായത്. രതീഷ് മറ്റു രണ്ടുപേരെ കൂടെ കൂട്ടിയാണ് കൊല നടത്തിയത്. പിടിയിലായ രാജുവിനെ എത്തിച്ചാണ് ജഡം കുഴിച്ചിട്ട വണ്ടിത്തടം പാലാപ്പൂരിലെ സ്ഥലം പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ മണ്ണുമാറ്റി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. രതീഷിനെ വകവരുത്തിയ ശേഷം ഓട്ടോ തല്ലി തകർത്ത് ഉപേക്ഷിച്ചതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. രതീഷിന്റെ തിരോധാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇയാളുടെ ഓട്ടോ തകർത്ത നിലയിൽ തിരുവല്ലത്ത് കണ്ടെത്തിയത്. രതീഷിന്റെ മൊബൈൽ കോൾ വിശദാംശങ്ങൾ സൈബർ പോലീസ് സഹായത്തോടെ ശേഖരിച്ച പോലീസ് യുവതിയുമായുള്ള ബന്ധം മനസ്സിലാക്കി ചാനൽക്കരയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. പൂന്തൂർ CIയുടെയും വലിയതുറ SIയുടെയും നേതൃത്വത്തിലാണ് പ്രതികൾ 3 പേരെയും അറസ്റ്റ് ചെയ്തത്.